കടവല്ലൂർ പഞ്ചായത്ത് സാമ്പത്തിക തട്ടിപ്പ് ഭരണസമിതിയുടെ ഒത്താശയോടെയാണെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ ആരോപിച്ചു. UDF നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക തട്ടിപ്പ് കേവലം ഒരു ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. K-സ്മാർട്ട് വഴി പണം സ്വീകരിച്ചാൽ 7 ദിവസത്തിനകം അക്കൗണ്ടിൽ വരവ് വെച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണക്കുകൾ പരിശോധിച്ച് പാസാക്കണം. ഇത്തരം നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ തട്ടിപ്പ് പുറത്തുവരാഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതിക്ക് തട്ടിപ്പിൽ പങ്കുള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശിച്ച് പണം തിരിച്ചടച്ചാൽ നിയമ നടപടികൾ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് ഭരണസമിതിയുടെ അഴിമതി മൂടിവയ്ക്കാനാണ്. മരിച്ചവർക്കും സ്ഥലത്തില്ലാത്തവർക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് മറ്റൊരു തട്ടിപ്പാണ്. കടവല്ലൂർ പഞ്ചായത്തും സർവീസ് സഹകരണ ബാങ്കും ഏജന്റുമാരും ചേർന്നുള്ള ഈ തട്ടിപ്പും അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുതന്നെ ആഭ്യന്തര വിജിലൻസ് അല്ല, കടവല്ലൂർ പഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം കേരള പോലീസിന്റെ വിജിലൻസ് വിഭാഗം തന്നെ നടത്തേണ്ടതുണ്ടെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. മണ്ഡലം UDF ചെയർമാൻ PK ദേവദാസ്, UDF കൺവീനർ നാസർ കടവല്ലൂർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നിഷ അരേഗത്ത്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി NH ജലീൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി MM അബ്ദുൾ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു.